പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം നമുക്ക് ചിലപ്പോൾ വിഷമങ്ങളുള്ളതായിത്തീരും. ആരെയും റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാ കാലത്തും സന്തോഷമുള്ളവനായി ജീവിക്കാൻ അനുവദിച്ചിട്ടില്ല. അവന് നൽകുന്നതായ വിഷമങ്ങൾ അവൻ്റെ ജീവിതത്തിൽ പാഠം ഉൾക്കൊള്ളാൻ വേണ്ടിയാണ് ഏകനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ജീവൻ തന്നിട്ടുള്ളത്. ഈ ദുനിയാവിൽ വെച്ച് നമുക്ക് വല്ല പ്രയാസങ്ങളും നേരിടുന്ന സമയത്ത് നമ്മൾ ചൊല്ലേണ്ട ഒരു ദിക്ർ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതൊരു പരിഹാരമാണ്. നിരന്തരം അത് ചൊല്ലുന്ന സമയത്ത് നമുക്ക് അലട്ടിക്കൊണ്ടിരിക്കുന്നതായ വിഷമങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റുന്നതാണ്. ഏതാണ് ആ ദിക്ർ എന്നല്ലേ? ദുആഉൽ കർബ് എന്നാണ് അതിന് പേര്. മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ദിക്ർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വല്ല വിഷമങ്ങളും നേരിടുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലാറുള്ള ദിക്റാണ്, ദുആയാണ് ദുആഉൽ കർബ് എന്നുള്ളത്. ഏതാണെന്നല്ലേ? എല്ലാവരും ദിവസവും അത് പാരായണം ചെയ്യുക, അത് ചൊല്ലുക. നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാകും. എല്ലാവരും ചൊല്ലുക. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വ റബ്ബുൽ അർളി വ റബ്ബുൽ അർശിൽ കരീം എന്ന മഹത്തായ ദിക്ർ നമ്മൾ നിരന്തരം ചൊല്ലുകയാണെങ്കിൽ, ദിവസവും ചുരുങ്ങിയതൊരു 3 തവണ ചൊല്ലുകയാണെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള വിഷമങ്ങളൊക്കെ മാറി നമുക്ക് ഒരു സന്തോഷമുള്ള ഒരു പ്രഭാതമായി വിടരുവാൻ ഈ ദിക്ർ നമ്മളെ സഹായിക്കുന്നതാണ്. നമ്മുടെ ജീവിതത്തിലൊക്കെ അത് വിഷമമലട്ടുന്ന സമയത്തൊക്കെ നമ്മൾ ചൊല്ലിയാൽ അതിനൊരു പരിഹാരമാണ്. അതുപോലെ തന്നെ ഗർഭിണികളാകുന്ന സ്ത്രീകൾക്ക് സുഖപ്രസവവും പ്രസവാനന്തര വിഷയങ്ങളിലൊക്കെ ഒരു വിഷമവുമില്ലാതെ എല്ലാ കാര്യങ്ങളും സുഗമമായി തീരാൻ മഹത്തായ ഈ ദുആ എല്ലാവരും പതിവാക്കുക, ജീവിതത്തിൽ അത് നിത്യമാക്കുക. അല്ലാഹു നമുക്ക് സന്തോഷമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.